ഹായ്! എല്ലാവർക്കും എൻ്റെ ഈ ചാനലിലേക്ക് സ്വാഗതം. ഈ കഥയിലെ കഥാപാത്രമായ ആര്യൻ ഒരു വലിയ കമ്പനിയിലെ ഉദ്യോഗസ്ഥനാണ്. പുറമെ നോക്കിയാൽ ആര്യൻ വിജയിയാണ്. പക്ഷേ അവൻ്റെ ഉള്ളിൽ വലിയൊരു യുദ്ധം നടക്കുകയാണ്. 1000 ചിന്തകൾ ഒരേ സമയം അവൻ്റെ തലയിൽ ഓടിക്കൊണ്ടിരിക്കുന്നു. പഴയ പരാജയങ്ങൾ, നാളെക്കുറിച്ചുള്ള പേടി, മറ്റുള്ളവരുടെ വിമർശനങ്ങൾ. അവന്റെ മനസ്സ് ഒരു ചായക്കടയിലെ തിരക്ക് പോലെ അലങ്കോലമാണ്. ഒന്നിനും ഏകാഗ്രതയില്ല. നമ്മളിൽ പലരും ഇതുപോലെയാണ്. ശരീരത്തിന് വിശ്രമം ലഭിച്ചാലും മനസ്സെപ്പോഴും ഓടിക്കൊണ്ടിരിക്കും. ആര്യന്റെ ഈ അവസ്ഥ അവന്റെ ആരോഗ്യത്തെയും ബാധിച്ചു തുടങ്ങി. ഉറക്കമില്ലാത്ത രാത്രികൾ അവനെ തളർത്തി. അവസാനം സമാധാനം തേടി അവൻ ആ പഴയ മലമുകളിലെ ആശ്രമത്തിലേക്ക് നടന്നു. ആശ്രമത്തിലെത്തിയ ആര്യനോട് ഗുരുജി പറഞ്ഞു, നിനക്ക് നിന്റെ മനസ്സിനെ മാറ്റണമെന്നുണ്ടെങ്കിൽ അടുത്ത 3 ദിവസം നീ ഒരക്ഷരം പോലും മിണ്ടരുത്. നിന്റെ ഫോൺ ഇവിടെ വെക്കുക. ആ മലഞ്ചെരുവിലെ ആൽമര ചുവട്ടിൽ പോയി ഇരിക്കുക. ആദ്യത്തെ ദിവസം ആര്യന് ഭ്രാന്ത് പിടിക്കുന്നത് പോലെ തോന്നി. മിണ്ടാതിരിക്കുമ്പോഴാണ് ഉള്ളിലെ ശബ്ദങ്ങൾ കൂടുതൽ ഉച്ചത്തിൽ കേൾക്കുന്നത് എന്ന് അവൻ തിരിച്ചറിഞ്ഞു. പഴയ വഴക്കുകൾ, അപമാനങ്ങൾ, നിരാശകൾ എല്ലാം അവനെ വേട്ടയാടി. അവൻ എഴുന്നേറ്റ് ഓടാൻ ആഗ്രഹിച്ചു. പക്ഷേ ഗുരുജിയുടെ മുഖമോർത്ത് അവൻ അവിടെ തന്നെ ഇരുന്നു. 2-ാം ദിവസം ഗുരുജി അവന്റെ അടുത്തെത്തി. എന്നിട്ട് ഒരു ചെറിയ പാത്രം നിറയെ ചരൽക്കല്ലുകൾ നൽകി. ഇതിലെ ഓരോ കല്ലും നിന്റെ ഓരോ ചിന്തകളാണ്. ഇതിനെ ഓരോന്നായി നിലത്തിടുക. ഓരോന്ന് ഇടുമ്പോഴും ആ ചിന്ത നിന്റെ മനസ്സിൽ നിന്ന് പോയതായി സങ്കല്പിക്കുക. ആര്യൻ കല്ലുകൾ ഓരോന്നായി ഇടാൻ തുടങ്ങി. ഇത് എൻ്റെ ഓഫീസിലെ ടെൻഷൻ, ഇത് എൻ്റെ പരാജയ ഭീതി, ഇത് മറ്റുള്ളവരുടെ പരിഹാസം. കയ്യിലെ കല്ലുകൾ തീർന്നപ്പോൾ അവന്റെ ഉള്ളിൽ ഒരു ഭാരം കുറഞ്ഞതുപോലെ തോന്നി. അവൻ ആദ്യമായി ആ മരത്തിന് മുകളിലെ പക്ഷികളുടെ പാട്ട് ശ്രദ്ധിച്ചു. കാറ്റിന്റെ കുളിർമ അനുഭവിച്ചു. 3-ാം ദിവസം ഗുരുജി അവനെ ഒരു വില്ലും അമ്പും ഏൽപ്പിച്ചു. ദൂരെയുള്ള ഒരു മരത്തിലെ ചുവന്ന പഴമായിരുന്നു ലക്ഷ്യം. ആദ്യത്തെ തവണ ആര്യൻ എയ്തപ്പോൾ അമ്പ് എവിടെയോ പോയി. കാരണം അവന്റെ ശ്രദ്ധ തന്റെ കൈകളിലായിരുന്നു, ലക്ഷ്യത്തിലല്ല. ഗുരുജി പറഞ്ഞു, ആര്യ, ലക്ഷ്യത്തിലേക്ക് നോക്കുമ്പോൾ ലക്ഷ്യം മാത്രമാകണം നിന്റെ ലോകം. നിന്റെ ശ്വാസം പോലും നീ അറിയരുത്. നിന്റെ മനസ്സിനെ ആ അമ്പിന്റെ മുനയിൽ കൊണ്ടുവരിക. ആര്യൻ കണ്ണടച്ചു. ഒരു നിമിഷം ശ്വാസം അടക്കി പിടിച്ചു. മനസ്സിനെ പൂർണ്ണമായും ആ ചുവന്ന പഴത്തിൽ ഉറപ്പിച്ചു. ചുറ്റുമുള്ള കാറ്റിന്റെ ശബ്ദം പോലും അവൻ കേട്ടില്ല. അമ്പു വിട്ടു. അത് കൃത്യമായി ലക്ഷ്യത്തിൽ തറച്ചു. അവന് ഇങ്ങനെ ചെയ്തപ്പോൾ ഒരു കാര്യം മനസ്സിലായി. ബാഹ്യമായ ബഹളങ്ങളെ അവഗണിച്ച് ഉള്ളിലെ ശക്തിയെ ഒരിടത്ത് കേന്ദ്രീകരിക്കുക. ആര്യൻ നഗരത്തിലേക്ക് തിരിച്ചെത്തി. പക്ഷെ പഴയ ആര്യനായിരുന്നില്ല അവൻ. ഓഫീസിൽ വലിയ പ്രതിസന്ധികൾ ഉണ്ടായപ്പോഴും അവൻ പതറിയില്ല. സഹപ്രവർത്തകർ ചോദിച്ചു, നീ എങ്ങനെയാണ് ഇത്ര ശാന്തനായിരിക്കുന്നത്? ആര്യൻ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഞാൻ എൻ്റെ മനസ്സിനെ ഒരു കോട്ടയാക്കി മാറ്റിയിരിക്കുന്നു. പുറത്തെ ബഹളങ്ങൾക്ക് അതിനുള്ളിലേക്ക് പ്രവേശനമില്ല. സുഹൃത്തുക്കളെ, നിങ്ങളുടെ മനസ്സ് ചിതറിപ്പോകുമ്പോൾ ഓർക്കുക, അതിനെ നിയന്ത്രിക്കാൻ കഴിയില്ല എന്ന് കരുതുന്നത് ഒരു തോന്നൽ മാത്രമാണ്. ദിവസവും 10 മിനിറ്റ് നിശബ്ദമായി ഇരിക്കുക. നിങ്ങളുടെ ചിന്തകളെ ഒരു സാക്ഷിയെ പോലെ നോക്കി നിൽക്കുക. അവ തനിയെ ശാന്തമാകും. യഥാർത്ഥ വിജയം നേടുന്നത് ഏറ്റവും വേഗത്തിൽ ഓടുന്നവനല്ല, മറിച്ച് തൻ്റെ മനസ്സിനെ ഒരിടത്ത് ഉറപ്പിച്ചു നിർത്താൻ കഴിയുന്നവനാണ്. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.